നമസ്കാരം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമാക്കി ആരോഗ്യ സർവകലാശാലയും ചാൻസലർ കൂടിയായ ഗവർണറും. അധ്യാപകരുടെ മാനസിക പീഡനം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിട്ടും കുറ്റാരോപിതരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. നിതിനെ മരണത്തിലേക്ക് തള്ളിയിട്ട അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സർവകലാശാല വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സർവകലാശാല VC മോഹനൻ കുന്നുമേൽ ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്താനാണ് ചാൻസലറുടെ ഉത്തരവ്. സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തും. സഹപാഠികളുടെയും മറ്റ് ജീവനക്കാരുടെയും മൊഴികൾ സമിതി രേഖപ്പെടുത്തും. ആര് തളർത്തിയാലും ഞാൻ ഡോക്ടറായിട്ട് ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് നിതിൻ മരിക്കുന്നതിന് മുൻപ് സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശം ക്യാമ്പസുകളിൽ നൊമ്പരമായി മാറിയിട്ടുണ്ട്. തന്നെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്ന അധ്യാപകർക്കിടയിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച ഒരു വിദ്യാർത്ഥിയെ അത്രമേൽ ക്രൂരമായാണ് അധ്യാപകർ വേട്ടയാടിയതെന്ന് ഈ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നിതിൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുടുംബത്തിന് ഈ സന്ദേശങ്ങൾ വലിയ തെളിവാണ്. അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയിട്ടും കേസ് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകളിലേക്ക് ചുരുക്കാൻ ഉന്നത തലത്തിൽ നീക്കം നടക്കുന്നതായി ആക്ഷേപമുണ്ട്. നിതിൻ ഏതെങ്കിലും ലോൺ ആപ്പുകളിൽ നിന്നും പണം എടുത്തിരുന്നു എന്ന് പരിശോധിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ താൽപര്യം. അധ്യാപകരെ രക്ഷിക്കാനായി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമമാണിതെന്ന് നിതിന്റെ ബന്ധുക്കളും സഹപാഠികളും ആരോപിക്കുന്നു. ഡെന്റൽ അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അറസ്റ്റ് വൈകുന്നത് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ സഹായിക്കുമെന്ന ആശങ്കയിലാണ് കുടുംബം. പ്രതികളെ സംരക്ഷിക്കാൻ മാനേജ്മെന്റും രംഗത്തുണ്ടെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ആരോപണ വിധേയനായ ഡോക്ടർ SK റാമിനെ പുറത്താക്കാനുള്ള നടപടികൾ സർവകലാശാല തുടങ്ങിക്കഴിഞ്ഞു. കോളേജിലെ അക്കാദമിക് അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പീഡനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന് അന്വേഷണ സമിതി പരിശോധിക്കും. കുറ്റക്കാരായ അധ്യാപകർക്ക് ഇനി മറ്റൊരു ക്യാമ്പസിലും പഠിപ്പിക്കാൻ അനുമതി നൽകരുതെന്ന ആവശ്യവും ശക്തമാണ്. നിതിൻ പഠനത്തിൽ ഏറെ മുന്നിലായിരുന്നു. എന്നാൽ 1-ാം വർഷം മുതൽ ചില അധ്യാപകർ നിതിനെ മാനസികമായി വേട്ടയാടിയിരുന്നതായി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുന്നുണ്ട്. പരീക്ഷാ ഹാളിലും മറ്റും പരസ്യമായി അധിക്ഷേപിക്കുന്നത് പതിവായിരുന്നു. ഈ അവഹേളനങ്ങളാണ് ഒരു മിടുക്കറായ വിദ്യാർത്ഥിയെ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി മരിക്കാൻ പ്രേരിപ്പിച്ചത്. ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിൽ കേസിൽ ഉണ്ടാകുന്ന പുരോഗതി ഉറ്റുനോക്കുകയാണ് കേരളം. വിദ്യാർത്ഥി പീഡനങ്ങൾക്കെതിരെ കർശന നിയമങ്ങൾ ഉണ്ടെങ്കിലും സ്വാധീനമുള്ളവർ രക്ഷപ്പെടുന്ന പതിവ് രീതി നിതിന്റെ വിഷയത്തിലും ഉണ്ടാകുമെന്നതാണ് പ്രധാന ചോദ്യം. നിതിൻ ബാക്കിവെച്ച ഓഡിയോ സന്ദേശങ്ങളെ മരണമൊഴിയായി പരിഗണിച്ച് കുറ്റവാളികളെ അഴിക്കുള്ളിലാക്കണമെന്നാണ് പൊതുവികാരം. തങ്ങളുടെ മകൻ അനുഭവിച്ച ക്രൂരതകൾക്ക് ഉത്തരവാദികളായവർ അഴിക്കുള്ളിലാകുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കുടുംബം. പോലീസ് അന്വേഷണം നീതിയുക്തമാകില്ലെന്ന ഭയം ഇപ്പോഴും ഇവരെ വേട്ടയാടുന്നുണ്ട്.